guys, today we are going to discuss about what is an increasing and decreasing functions and what is its relation between the concept we have studied earlier, the derivatives. Okay, so firstly നമുക്ക് എന്താണ് increasing decreasing function definition നോക്കാം first തന്നെ. A function f is increasing on an interval I if for every x1 x2 belongs to I. നമ്മൾ iയിൽ നിന്ന് ഏത് രണ്ട് ആർബിട്രറി ആയിട്ട് ഏത് രണ്ട് എലമെന്റ് എടുത്താലും if x1 less than x2 implies f of x1 less than f of x2. നമ്മൾ നമ്പേഴ്സിന്റെ അതേ ഓർഡറിലാണ് ഫംഗ്ഷൻ വാല്യൂസും പോണെങ്കിൽ ആ ഇന്റർവെല്ലിൽ നമ്പേഴ്സിന്റെ ഓർഡറിൽ തന്നെ ഫംഗ്ഷൻ വാല്യൂസും പോവുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്. നമുക്ക് ഒരു ഗ്രാഫ് നോക്കി എപ്പോഴും അതൊരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു ഗിവൺ ഇന്റർവെല്ലിൽ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്, ക്ലൈംബിങ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഗ്രാഫ് തന്നിട്ടില്ല, ഫംഗ്ഷൻ മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിലും ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം 3x+1 ഓൺ ഇന്റർവെൽ 0 1 തന്നിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ വെച്ച് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ നോക്കാം. ലെറ്റ് x1 x2 ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവെൽ 0 1 ആൻഡ് x1 less than x2 ആണെങ്കിൽ f of x1 less than f of x2 ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ x1 less than x2, so 3x1 will be less than 3x2 and also 3x1 plus 1 will be less than 3x2 plus 1. So f of x1 less than f of x2. So the given function is increasing on closed interval 0 1. Okay, decreasing functions in the case ഉള്ള ഡെഫിനിഷൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ f is a decreasing on a function on I if നമ്മൾ iയിൽ നിന്ന് ഏത് രണ്ട് പോയിന്റ് എടുത്താലും if x1 less than x2 f of x1 will be greater than f of x2. നമ്പേഴ്സിന്റെ ഓർഡറിന്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ വാല്യൂസിന്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ ഈ കണ്ട ഗ്രാഫിൽ തന്നെ ഈ ബി സി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, ക്ലൈംബിങ് ഡൗൺ എ മൗണ്ടൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഗ്രാഫിൽ ഒരു ഫംഗ്ഷൻ തന്നു നോക്കുകയാണെങ്കിൽ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കണം ഓൺ 0 1. ഓക്കെ, ഇഫ് x1 x2 ബിലോങ്സ് ടു 0 1 ആൻഡ് ഇഫ് x1 ലെസ് ദാൻ x2 then -x1 will be greater than -x2. നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇനിക്വാലിറ്റി മാറുന്നു. ദാറ്റ് മീൻസ് f of x1 will be greater than f of x2. So we can say that this function on closed interval 0 1 the function is decreasing. Okay, okay, ഇനി എന്താണ് മോണോട്ടോണിക് ഫംഗ്ഷൻ നോക്കാം. ഫംഗ്ഷൻ f is monotonic on I if it is either increasing or decreasing on I. തന്നിരിക്കുന്ന ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആണെങ്കിൽ, നോട്ട് ബോത്ത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷനെ മോണോട്ടോണിക് എന്ന് പറയും. തന്നിരിക്കുന്ന ഗ്രാഫിൽ എ ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ്, ബി സി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ്. നമ്മൾ വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് റിയൽ ആക്സിസിൽ ഫംഗ്ഷൻ ഈസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആൻഡ് നെഗറ്റീവ് റിയൽ ആക്സിസിൽ ദ ഫംഗ്ഷൻ ഈസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ്. നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ, ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് പഠിച്ച ഈ കൺസെപ്റ്റും ഡെറിവേറ്റീവ് എന്ന് പഠിച്ച് നമ്മൾ ആ കൺസെപ്റ്റും കൂടി ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഒരു എ ബി എന്ന് പറയുന്ന ഈ ഒരു ഓപ്പൺ ഇന്റർവെല്ലിലെ ഓരോ പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ അതിലെ ഗ്രാഫിലെ ഫംഗ്ഷന്റെ ടാൻജന്റ് ലൈൻസ് വരച്ച് നോക്കുകയാണെങ്കിൽ എവിടെയും അതിന് ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, സോ ത്രൂ ഔട്ട് എ ബിയിൽ ഫോർ ഓൾ സി ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ എ ബി slope of the tangent is a positive value, that is derivative at that point is a positive, have a positive value, that is f dash of c greater than 0. സോ ആൻഡ് നമുക്ക് ഗ്രാഫിൽ തന്നെ മനസ്സിലാക്കാം എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. സോ നമുക്കത് രണ്ടും കണക്ട് ചെയ്യാം. എവിടെയൊക്കെയാണോ ഡെറിവേറ്റീവിന്റെ വാല്യൂ പോസിറ്റീവ് ആവണേ അവിടെ നമ്മുടെ ആ ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓൺ എ സിമിലർ വേ നമുക്ക് ഈ ബി സി എന്ന് പറയുന്ന ഈ ഓപ്പൺ ഇന്റർവെല്ലിൽ നമ്മൾ ഏതൊരു പോയിന്റിന്റെയും ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്.
slope will be a negative value. That is, throughout BC, the function, the slope of the tangent is negative. That is, derivative is negative. So, for all C belongs to open interval BC, f dash of C is less than 0. And namukku graph in the function is decreasing in this interval. So, namukku evidekkiyano function negative derivative varane, our interval the function is decreasing. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ഒബ്സർവേഷൻ നമുക്കൊരു തിയറമായിട്ട് ഇപ്പം നമ്മൾ ഗ്രാഫിക്കലി എങ്ങനെയാ അതിൻ്റെ റീസൺ എന്നൊക്കെ കണ്ടു. നമുക്ക് ഒരു തിയറമായിട്ട് അതിനെ മാറ്റാം. സപ്പോസ് എഫ് ഇസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ആൻ ഓപ്പൺ ഇന്റർവൽ എ ബി ആൻഡ് ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ത്രൂ ഔട്ട് ഓപ്പൺ ഇന്റർവൽ എ ബി ദെൻ എഫ് ഇസ് എ ഡിക്രീസിംഗ് ഫംഗ്ഷൻ. If f dash of x greater than 0 for all x belongs to AB, open interval AB, f is a increasing function. And if f dash of x equal to 0 for all x belongs to AB, throughout open interval AB നമ്മുടെ function 0 derivative ആണെങ്കിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ function is a constant function on open interval AB. So നമുക്ക് അതിൻ്റെ പ്രൂഫിലേക്ക് ഒന്ന് പോവാം ജസ്റ്റ്. So AB എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ രണ്ട് പോയിന്റ്സ് ആണ് x1 x2. x1 ലെസ് ദാൻ x2 ആണെന്ന് വിചാരിക്കാം. ആൻഡ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ത്രൂ ഔട്ട് എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. സോ ത്രൂ ഔട്ട് എ ബിയിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ പർട്ടിക്കുലർലി ഞാൻ x1 x2 എന്ന് പറഞ്ഞ എ ബി എന്ന് പറഞ്ഞ ഓപ്പൺ ഇന്റർവെല്ലിൽ നമ്മൾ x1 x2 ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് x1 x2 എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ മാത്രം കൺസിഡർ ചെയ്യാണ്. ഫുൾ എ ബിയിൽ ഇത് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഓപ്പൺ ഇന്റർവെൽ x1 x2ലും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ക്ലോസ്ഡ് ഇന്റർവെൽ x1 x2ലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. സോ നമുക്കിവിടെ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ പോയിന്റ് C between x1 and x2 such that f dash of C equal to f of x2 minus f of x1 by x2 minus x1. So that f dash of C into x2 minus x1 equal to f of x2 minus f of x1. ഇനി നമ്മൾ ഫസ്റ്റ് കേസ് എ എടുക്കാം. ഡെറിവേറ്റീവ് ത്രൂ ഔട്ട് എ ബിയിൽ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ലെറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എ ബി. ദെൻ എഫ് ഡാഷ് ഓഫ് സി വിൽ ബി നെഗറ്റീവ് ആൻഡ് x1 ലെസ് ദാൻ x2 ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ x2 മൈനസ് x1 വിൽ ബി എ പോസിറ്റീവ് വാല്യൂ. Hence f of x2 minus f of x1, negative into positive, it will be negative. That is f of x1 greater than f of x2. So നമ്മൾ എ ബിയിൽ നിന്ന് ഏത് രണ്ട് പോയിന്റ് എടുത്താലും x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f of x1 is greater than f of x2. So നമ്മുടെ function is decreasing on open interval a b. Similarly f dash of x a bയിൽ പോസിറ്റീവ് ആണെങ്കിൽ then f dash of c will be positive. And also x1 less than x2, that is x2 minus x1 greater than 0. So positive into positive, this quantity will be positive. That is f of x2 minus f of x1 greater than 0. That is f of x1 less than f of x2. So the function is increasing on open interval AB. Third case നമ്മൾ already prove ചെയ്തിട്ടുണ്ട്. Open interval derivative 0 ആണെങ്കിൽ the function will be a constant function. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഇന്റർവെല്ലിൽ അത് ഡിക്രീസിങ് ആണ് ഏതൊക്കെ ഇന്റർവെല്ലിൽ അത് ഇൻക്രീസിങ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊസീജിയറാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് അത് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/x ബി എ ഫംഗ്ഷൻ. ഇനി നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 1 minus 1 by x square, that is x square minus 1 by x square ആണ്. അടുത്തത് find the points of the on the real line or on the domain where the function have a zero derivative or where the function have no derivative. Function f dash of x 0 ആവുന്നതും f dash of x exist ചെയ്യാത്തതുമായ points കണ്ടുപിടിക്കുക. Find the points where f dash of x equal to 0 or f dash of x does not exist. Okay, so ഇവിടെ f dash of x equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x square minus 1 by x square equal to 0, that is x square minus 1 equal to 0. So x equal to plus or minus 1 നമ്മുടെ ഫംഗ്ഷന് 0 ഡെറിവേറ്റീവ് ആണ്. അടുത്തത്
എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈനെ നമ്മൾ ഈ ഇപ്പം കിട്ടിയ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഡൊമൈനെ പാർട്ടീഷൻ ചെയ്യാണ്. സോ -∞ to ∞ നമുക്ക് ഈ ഫംഗ്ഷനെ പാർട്ടീഷൻ ചെയ്യാം. -∞ to -1 യൂണിയൻ -1 തുടങ്ങി 0 യൂണിയൻ 0 തുടങ്ങി 1 ആൻഡ് യൂണിയൻ 1 to ∞. സോ നമ്മുടെ ഡൊമൈനെ ഈ പോയിന്റ്സ് ഒഴികെയുള്ള ഇൻ്റർവെൽസ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ ഡൊമൈനെ പാർട്ടീഷൻ ചെയ്യാം. ഇനി അടുത്തത് ഈ ഓരോ ഇൻ്റർവെല്ലിലും നമ്മൾ ഫംഗ്ഷൻ മോണോട്ടോണിക് ആയിരിക്കും. ഇനി ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആയിരിക്കും, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കാം. സോ അതിനു വേണ്ടി നമ്മൾ ഓരോ ഇൻ്റർവെല്ലിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഓരോ പോയിന്റ്സിനെ ചൂസ് ചെയ്യാം. സോ -∞ -1 നിന്ന് ഞാൻ -2 എന്ന് പറഞ്ഞ പോയിന്റ് സെലക്ട് ചെയ്യുന്നു. -1 0 നിന്ന് ഞാൻ 1/2 എന്ന് പറഞ്ഞ പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഹിയർ ഐ ആം ചൂസിങ് -1/2, ഹിയർ 1/2 ആൻഡ് ഹിയർ 2. ഓക്കെ, ഇനി ചെയ്യാൻ പോണത് ഈ ഓരോ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വാല്യൂയുടെ സൈൻ നോക്കുന്നു. സോ എഫ് ഡാഷ് ഓഫ് -2 എന്ന് പറയുന്നത് നമുക്ക് it will be 3/4 and f dash of -1/2 will be -3 f dash of 1/2 will be again -3 and f dash of 2 will be 3/4. ഇതിന്റെ സൈൻ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെയും നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. സോ -∞ തൊട്ട് 1 വരെ നമ്മുടെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ആൻഡ് ഫ്രം -1 to 0 the function is decreasing. Again 0 to 1 the function is decreasing and from 1 to ∞ our function is increasing.